സോ റയൽ മാഡ്രിഡ് ഈസ് അഗെയിൻ ബാക്ക് ഇൻ ബിസിനസ്. അവർ ട്രാൻസ്ഫേഴ്സിൽ, അതായത് ഫ്ലോറന്റീനോ പെരസ് ജയിച്ചു, പുള്ളി 150 മില്യൻ്റെ ഒരു ബിഡൊക്കെ വെക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ റോഡ്രി റയൽ മാഡ്രിഡിലോട്ട് വരുമെന്ന് പറയുന്നുണ്ട്. വിനീഷ്യസ് ജൂനിയർ, ദാറ്റ്സ് എ ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഫോർ റയൽ മാഡ്രിഡ്. വിനീഷ്യസ് ജൂനിയർ ചിലപ്പോൾ മേ ബി ആഴ്സണലിലോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു RB ലീപ്സിങ്ങിൻ്റെ പ്ലെയർ, പുള്ളി റയൽ മാഡ്രിഡിന് സൈൻ ചെയ്യും. 19-കാരനായിട്ടുള്ള ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യും എന്നുള്ള കാര്യം വരുന്നുണ്ട്. അങ്ങനെ ഓൾറെഡി ഇപ്പോൾ ഡംഫ്രൈസ്, ബെർണാഡോ സിൽവ, പിന്നെ അതുപോലെ തന്നെ മറ്റേ കുക്കുറെല്ല, ഇങ്ങനത്തെ പ്ലേയേഴ്സ് കുറേ ഇഷ്ടം പോലെ വന്ന് റയൽ മാഡ്രിഡിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം റയൽ മാഡ്രിഡിൻ്റെ വെരി ഹ്യൂജ് എന്താ പറയുക, ഒരു അയച്ചുപണി ആ ഒരു ടീമിൽ വേണം. കാരണം കഴിഞ്ഞ 2 സീസണായിട്ട് ട്രോഫിലെസ് ആണ്. കഴിഞ്ഞ സീസണിൽ ആകെ കിട്ടിയ 2 ട്രോഫി എന്ന് പറയുന്നത് ഒന്ന് യുഎഫ സൂപ്പർ കപ്പും ഒന്ന് ഇന്റർകോണ്ടിനൽ കപ്പ്. അത് അതിൻ്റെ മുമ്പത്തെ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയ ഒരു ട്രോഫി മാത്രമാണ്. സോ ദേ നീഡ് ആൻ അയച്ചുപണി ഇൻ ദെയർ ടീം. സോ ഫ്ലോറന്റീനോ പെരസ് ജയിച്ചതിന് ശേഷം, അവർ എലക്ഷൻ ജയിച്ചതിന് ശേഷം, സോ അവർ പെരസ് എന്താണോ പറഞ്ഞത് ആ ഒരു പരിപാടി തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പെരസ് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പ്ലെയർ ഇറങ്ങിയാലും കിട്ടും. ആ ഒരു റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു വൈറ്റ് ജേഴ്സി അണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ട്. സോ റോഡ്രി, പിന്നെ അതുപോലെ ഡയമണ്ട്, വിനീഷ്യസ് ജൂനിയർ ആഴ്സണലിലോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ കോൺഫിഡൻസും കാര്യങ്ങളും ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ, വീഡിയോ അവസാനം വരെ ഒന്ന് കാണുകയും ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ആ ഒരു ഡയമണ്ട്, 19-കാരനായിട്ടുള്ള RB ലീപ്സിങ്ങിൻ്റെ പ്ലെയറിനെ, ഐവറി കോസ്റ്റ് പ്ലെയറിൻ്റെ കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പുള്ളി എന്ന് പറയുന്നത് നമുക്ക് ഒലീസെ 150 മില്യൺ ഓഫർ കൊടുത്ത് മേടിക്കാനായിരുന്നു ഫ്ലോറന്റീനോ പെരസിന്റെ പ്ലാൻ. ആ 150 മില്യൻ്റെ ബിഡ് വെക്കുമെന്ന് പറഞ്ഞത് ഒലീസയാണ്. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് മറ്റേ ബായ്സൊക്കെ പണി കൊടുക്കാൻ വേണ്ടി മാത്രം യൂലിയൻ അൽവാരസിന്റെ 150 മില്യൻ്റെ ബിഡ് അവിടെ അത്ലറ്റിക്കോ മാഡ്രിഡ് വെച്ചു എന്നല്ലാതെ വേറെ 150 മില്യൻ്റെ ആ ഒരു ബിഡ് ആക്ച്വലി ഒലീസയ്ക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒലീസയാണെന്നുണ്ടെങ്കിൽ ബയൺ മ്യൂണിക്ക് യാതൊരുവിധ കാരണവശാലും പുള്ളിയെ കൊടുക്കില്ല. അതൊരു ഓഫ് ഡീലാണ്. എന്തൊക്കെ പറഞ്ഞാലും ബയണിൻ്റെ പ്രസിഡന്റ് പറയുന്നത് നിങ്ങളായിട്ട് ഞങ്ങൾക്ക് നല്ല ടേംസിലൊക്കെ തന്നെയാണ്, പക്ഷേ സ്റ്റിൽ ഒലീസയെ എനിക്ക് തരാൻ താല്പര്യമില്ല, നിങ്ങൾ 200 മില്യൺ വെച്ചാലും തരാൻ താല്പര്യമില്ല. ഓക്കെ, ആ ഒരു കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഓഫ് ഡീലാണ്. ഒലീസെ വിൽ സ്റ്റേ ഇൻ ബയൺ മ്യൂണിക്, അത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു പ്ലെയർ, ഡയമണ്ട്, ഇതൊരു കിഡിലം പ്ലെയർ ആണ്. ഈ ഓൾമോസ്റ്റ് ഒരു ഒലീസെ ടൈപ്പ് ഓഫ് വേ ഓഫ് പ്ലേയിങ് ഉള്ളൊരു പ്ലെയർ ആണ്. നല്ല ക്രിയേറ്റീവ് പ്ലെയർ ആണ്, നല്ല ഫിനിഷിംഗ് ഉള്ളൊരു പ്ലെയർ ആണ്. പുള്ളിയുടെ വീഡിയോസൊക്കെ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് ആ ഒരു ലെഫ്റ്റ് ഫുട്ടർ ആ ഒരു ടൈപ്പ് തന്നെയാണ് പുള്ളി എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു പുള്ളിനെ PSG ഓൾറെഡി കണ്ണ് വെച്ചിട്ടുണ്ട്. PSG നമുക്കറിയാം, ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് അടിച്ച ടീമാണ്. അവർ ഇപ്പോൾ ഒരു കിഡ്ലൻ ടീമാണ്. ലൂയിസ് എൻട്രിക്കിൻ്റെ അണ്ടറിൽ ഒരു അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. സോ ആ ഒരു ടീമിലോട്ട് ഡയമണ്ടിനെ കൊണ്ടുവരാൻ വേണ്ടി ലൂയിസ് എൻട്രിക്ക് നല്ല പോലെ ട്രൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ടീമിലോട്ട് വിളിച്ചു കഴിഞ്ഞാലും നോ പറയാനും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോഴാണ് ഇവർ PSG ഓൾറെഡി ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടെന്ന് അറിയാം ഈ ഒരു ഡയമണ്ടിന് വേണ്ടി. അവൻ എന്ത് ചെയ്തു, പെരസണ്ണൻ ഇറങ്ങി. പിന്നെ പറയണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം മസ്തന്തോനെ ഇതുപോലെയായിരുന്നു. റിവർ പ്ലേറ്റിൽ നിന്ന് PSG ആയിരുന്നു മസ്തന്തോനായിട്ട് കീപ്പ് ഇൻ കോൺടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഫ്ലോറന്റീനോ പെരസ് വന്നുകൊണ്ട് മസ്തന്തോനോട് പറഞ്ഞു റയൽ മാഡ്രിഡിലോട്ട് പോര് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ ആ ഒരു വെള്ള ജേഴ്സി ഞാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് വളരെ കുറച്ചുണ്ടാവുള്ളൂ. പോര് എന്ന് പറഞ്ഞു മസ്തന്തോനെ പോകുന്നു. PSG അവിടെ PSG ഓർ റയൽ മാഡ്രിഡ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഓക്കെ, എത്ര ട്രോഫി ഇല്ല എന്ന് പറഞ്ഞാലും ആ ഒരു റയൽ മാഡ്രിഡിൻ്റെ ഒരു ഹെറിറ്റേജ് ഉണ്ട്. സോ അത് കംപ്ലീറ്റ് ചെയ്യാതെ അതിലൊന്ന് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് ആ ഒരു ടീമിൻ്റെ പാർട്ടാവുക എന്നുള്ള കാര്യം ഏതൊരു പ്ലെയറിൻ്റെയും ആഗ്രഹമാണ്. സോ മസ്തന്തോന അന്ന് യെസ് പറഞ്ഞു. ഇന്ന് ഇതേ ഡയമണ്ടും ഓൾമോസ്റ്റ് RB ലീപ്സിങ്ങിൻ്റെ പ്ലെയർ വേർബലി പേഴ്സണൽ ടൈംസ് ഒക്കെ അഗ്രി ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ആദ്യം 90+10 മില്യൺ ഓഫർ റയൽ മാഡ്രിഡ് വെച്ചു, ഫ്ലോറന്റീനോ പെരസ് വെച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് RB ലീപ്സിഗ് റിജക്റ്റ് ചെയ്തു. അത്രയൊന്നും പോരാ, ഈ ഒരു 19-കാരന് അതിലും കൂടുതൽ കാശ് വേണം. അപ്പോൾ 120+10 മില്യണോ അങ്ങനത്തെ ഒരു ഓഫറാണ് ഇപ്പോൾ കറൻലി വെച്ചിട്ടുള്ളത്. 2030 വരെ കോൺട്രാക്റ്റ് ഉണ്ട് ഈ ഒരു ഡയമണ്ടിന് RB ലീപ്സിഗ്. സോ പുള്ളിയുടെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്താലും മറ്റേ ഒരു RB ലീപ്സിഗ് ചോദിക്കുന്ന കാശ് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവർ ഈ കാശ് ചോദിച്ചു. റയൽ മാഡ്രിഡ് ഓക്കെ എന്നാൽ ആ ഒരു കോശ് $100 മില്യൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓക്കെയാണ്. അവിടെ ഡയമണ്ട് ആണെന്നെങ്കിൽ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു. മിക്കവാറും PSG പോവില്ല. ഹി വിൽ ബി എ റയൽ മാഡ്രിഡ് പ്ലെയർ ഇൻ നെക്സ്റ്റ് സീസൺ. ഓഫ് കോഴ്സ് അതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി അത് കണ്ടിട്ട് തോന്നുന്നത്. ഓൾമോസ്റ്റ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്ത് കഴിഞ്ഞു. PSG ഇപ്പോൾ ലൈനിലേ ഇല്ല, PSG പോയി മാറി ഇന്ന്. ഇത്രയൊക്കെയാണ് ഡയമണ്ടിൻ്റെ. പിന്നെ പറയാനുള്ളത് വിനീഷ്യസ് ജൂനിയറെ കുറിച്ചാണ്. വിനീഷ്യസ് ജൂനിയറിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആഴ്സണൽ എന്ന് പറഞ്ഞത്. ആഴ്സണലിന് ഈ ഒരു വിനീഷ്യസ് ജൂനിയറിന് എടുക്കാൻ വേണ്ടി താല്പര്യമുണ്ട്. ആഴ്സണൽ ഈസ് കേപ്പബിൾ ഓഫ് ടേക്കിംഗ് വിനീഷ്യസ് ജൂനിയർ. 140 മില്യൺ ആണ് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയറിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞത്. 100 മില്യണിൽ കൂടുതൽ എന്തായാലും റയൽ മാഡ്രിഡ് ചോദിക്കും. റയൽ മാഡ്രിഡ് വിനീഷ്യസ് ജൂനിയറിനെ കൊടുക്കുമെന്ന് തന്നെ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ സീസൺ നമുക്കറിയാം വിനീഷ്യസ് ജൂനിയറിന് ഒട്ടും വാല്യൂ കൊടുക്കാത്തൊരു ടൈപ്പ് ഓഫ് പ്ലാൻ ആയിരുന്നു സാബി അലൻസോ എന്ന് പറഞ്ഞത്. വിനീഷ്യസ് ജൂനിയർ ഫ്ലോറന്റീനോ പെരസിനോട് പോയി പറഞ്ഞു. ഫ്ലോറന്റീനോ പെരസ് വിനീഷ്യസ് ജൂനിയർ ഒഴിവാക്കല്ല ചെയ്തത്, അവിടെ സാബി അലൻസോയെ എടുത്ത് കോച്ചിങ് സ്ഥാനത്ത് നിന്നും മാറ്റിയാണ് റയൽ മാഡ്രിഡ് ആക്ച്വലി ചെയ്തു. സോ അത്രയും
വാല്യൂ കൊടുക്കുന്ന വിനീഷ്യസ് ജൂനിയറിനെ എനിക്ക് തോന്നുന്നില്ല ഫ്ലോറന്റീനോ പെരസ് കൊടുക്കുമെന്നുള്ളത്. ഇപ്പോൾ വിനി ജൂനിയറിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2027 വരെയാണ് പുള്ളിക്ക് കോൺട്രാക്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ 2026 ഇപ്പോൾ കറന്റ് പുള്ളിയെ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ 2027 പുള്ളി ഫ്രീ ഏജന്റ് ആയിട്ട് പോകും. അതൊരിക്കലും റയൽ മാഡ്രിഡിന് സഹിക്കാൻ കഴിയില്ല. കാരണം അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്ലെയറാണ്, അവർ കാശ് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ തന്നെ കോൺട്രാക്ട് എക്സ്റ്റൻഷന് വേണ്ടി വിനീഷ്യസ് ജൂനിയറിനായിട്ട് ട്രൈ ചെയ്യുന്നത്. ഓൾറെഡി ലാസ്റ്റ് സീസണിൽ ഒരു ഓഫർ വെച്ചായിരുന്നു, പക്ഷേ ആ ഒരു സാലറി വിനീഷ്യസ് ജൂനിയറിന് ഓക്കെ അല്ല എന്ന് പറഞ്ഞ് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഏജന്റ് അത് റിജക്ട് ചെയ്തു. ഇപ്പോൾ കറന്റ് ഓൾമോസ്റ്റ് പേഴ്സണലി ഒക്കെ ഓക്കെ ആയിരുന്നു എന്നുള്ള വാർത്തകളായിരുന്നു ഇതിൻ്റെ മുമ്പ് വരെ പുറത്ത് വന്നിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ആഴ്സണലിന് താല്പര്യമുണ്ട്, ആഴ്സണലിന് വിനീഷ്യസ് ജൂനിയറിനെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ആഴ്സണലാണെങ്കിൽ അതിന് കേപ്പബിൾ ആണ്. അവർ പാർട്ടി 10 ലാസ്റ്റ് സീസണിൽ പ്രീമിയർ ലീഗ് എടുത്തു, പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തി. സോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർക്ക് കാശിനും വലിയ കുറവൊന്നുമില്ല. ഓക്കെ, എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ എത്തിക്കാൻ വലിയ പണിയൊന്നുമില്ല ആർട്ടിറ്റേൻ്റെ ആഴ്സണൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഴ്സണലിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റിന് എന്ന് പറയുന്നത്. സോ അവർ മാക്സിമം ഇതുവരെ വേർബലി പറഞ്ഞ് അവരോട് വിനീഷ്യസ് ജൂനിയർ കാര്യം അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇതിൻ്റെ ബിഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡ് യാതൊരുവിധ റെസ്പോൺസും ആ ആഴ്സണലിന് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് കറന്റ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. വിനീഷ്യസ് ജൂനിയറിനെ കൊടുക്കാൻ യാതൊരുവിധ ചാൻസും ഇല്ല. വിനീഷ്യസ് ജൂനിയർ എനിക്ക് തോന്നുന്നു ഇയർലി 30 മില്യൻ്റെ ആ ഒരു സാലറിയാണ് വിനീഷ്യസ് ജൂനിയർ ആസ്ക് ചെയ്യുന്നത്. ഇതുവരെ ഒരു അത്യാവശ്യം സോഴ്സിനൊക്കെ നോക്കിയ സമയത്ത് 30 മില്യൻ്റെ ഒരു എംബാപ്പയുടെ അത്ര സാലറിയാണ് പുള്ളിക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറന്റ് ടോപ്പ് 5 എടുത്തു കഴിഞ്ഞാൽ മൂന്നാമതൊക്കെയാണ് വിനീഷ്യസ് ജൂനിയർ ഉള്ളത്. എംബാപ്പെ, ബെല്ലിംഗാം, വിനി, ഇവർ 3 പേരാണ് ഏറ്റവും കൂടുതൽ സാലറി എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തണം, അതാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി എന്തായാലും അവിടെ റയലിൽ വരും. പുള്ളി എനിക്ക് തോന്നുന്നില്ല ഈ സാലറിയുടെ പേരും പറഞ്ഞ് റയൽ വിട്ട് പോകും എന്നുള്ളത്. കാരണം റയലിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലെയറാണ് വിനി അവിടെ തന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും. കഴിഞ്ഞ സീസണിലൊക്കെ പറഞ്ഞത് റയലായിരിക്കും എൻ്റെ ടീം, അപ്പോൾ അവിടെ തന്നെ തുടരാനാണ് താല്പര്യം എന്ന് തന്നെയാണ് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞത്. സോ പുള്ളി അത് വിട്ട് പോവില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. വിനി പോയി കഴിഞ്ഞാൽ റയൽ, സത്യം പറയല്ലോ, റൊണാൾഡോ കഴിഞ്ഞ് പിന്നെ റയലിൻ്റെ മാച്ച് കാണാൻ കാരണം വിനീഷ്യസ് ജൂനിയറാണ്. ഓക്കെ, റൊണാൾഡോ ആ ഒരു ബെൻസിമ, വിനി ആ ഒരു സാധനം ഭയങ്കരമായിട്ട് നമുക്ക് ക്ലിക്കായി. അപ്പോൾ ആ ഒരു റൊണാൾഡോ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു നമ്പർ 7 നീതി പുലർത്തിയ ഒരേ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് വിനിയാണ്. ഓക്കെ, അത്ര ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ വിനിൻ്റെതായിട്ടുള്ള പ്ലെയർ റയൽ മാഡ്രിഡിൽ കൊണ്ടുവരുന്നുണ്ട്. ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് റയൽ മാഡ്രിഡിന് എന്താണോ വേണ്ടത് അത് മാക്സിമം കൊടുക്കാൻ വിനീഷ്യസ് ജൂനിയർ ട്രൈ ചെയ്യുന്നുണ്ടെന്നല്ല, അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി 2 സീസണിൽ ചാമ്പ്യൻസ് ലീഗ് എടുത്ത് വിനീഷ്യസ് ജൂനിയർ അത് കാണിച്ചു വന്നു. ഇനി കഴിഞ്ഞ സീസണിലായാലും മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയൊക്കെ നോക്കൗട്ടിൽ, ബെൻഫിക്കയ്ക്കെതിരെ നോക്കൗട്ടിലൊക്കെ കിഡിലും പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തു. പക്ഷേ ബയണിനെതിരെ അത്രയധികം പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ അവിടെയും ഒരു അസിസ്റ്റ് ഉണ്ട്. ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കൗട്ട് സ്റ്റേജിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ അത്ര അസിസ്റ്റ് ഓൾമോസ്റ്റ് ലെജൻസുകളുടെ ഒപ്പം എത്തി വിനീഷ്യസ് ജൂനിയർ, അസിസ്റ്റിൻ്റെ കാര്യത്തിലായാലും ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിലായാലും. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹത്തെ കൊടുക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഓക്കെ, അതവിടെ വിനീഷ്യസ് ജൂനിയർ അതോടെ കഴിഞ്ഞു. നെക്സ്റ്റ് റോഡ്രി ടു റയൽ മാഡ്രിഡ്. കഴിഞ്ഞ വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയർ, സ്പെയിൻ ചാമ്പ്യൻസ് ആയ സമയത്ത് അവരെ ചാമ്പ്യൻസ് ആവാൻ ലീഡ് ചെയ്ത ബെസ്റ്റ് പ്ലെയർ ആണ് റോഡ്രി എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് റാഞ്ചാൻ വേണ്ടി നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ റോഡ്രിക്ക് റയൽ മാഡ്രിഡിലോട്ട് വരാൻ താല്പര്യമുണ്ട് എന്ന് വേണം പറയേണ്ടത്. റോഡ്രിൻ്റെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ 2027 വരെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ കോൺട്രാക്റ്റ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ പുള്ളിയെ വിറ്റില്ല എന്നുണ്ടെങ്കിൽ സിറ്റിക്ക് അതൊരു നഷ്ടമാണ്. സിറ്റി ആണെന്നെങ്കിൽ റോഡ്രി അപ്രോച്ച് ചെയ്യുന്നുണ്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സിറ്റി അത് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചൊക്കെയാണ് എന്തിനു അറിയും റയൽ മാഡ്രിഡിൽ നിന്ന് ഒരു ഡിസിഷൻ വരാനായിട്ട്. ഇപ്പോൾ റയൽ മാഡ്രിഡിനും ഭീകരമായിട്ടുള്ള പ്രഷറുണ്ട് റോഡ്രിയെ സൈൻ ചെയ്യാൻ വേണ്ടി. പെരസിന് നല്ല പ്രഷറുണ്ട് ഫ്രം ടോപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യാനുള്ള ഇത് നടക്കുന്നുണ്ട്. ഒരു പേഴ്സണൽ ടേംസ് ഒക്കെ അഗ്രി ചെയ്തു, ഓൾമോസ്റ്റ് സംസാരിച്ചു. റയൽ ഇപ്പോൾ അതിനോട്ട് ഇന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കറന്റ് വാർത്തകൾ വരുന്നത്. പക്ഷേ കംപ്ലീറ്റ് ഡിസിഷൻ അപ് ടു ഫ്ലോറന്റീനോ പെരസ് ആണ് തീരുമാനിക്കുക പുള്ളിയെ കൊണ്ടുവരണോ റോഡ്രിയെ കൊണ്ടുവരണോ വേണ്ടേ എന്നുള്ള കാര്യം. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം 2024 ബാലൻ ഡിയോർ വിനീഷ്യസ് ജൂനിയർ ഡിസേർവിംഗ് ആയിട്ടുള്ള ബാലൻ ഡിയോർ ആയിരുന്നു. അന്ന് റോഡ്രിയാണ് ബാലൻ ഡിയോർ വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് വിനീഷ്യസ് ജൂനിയറിനെ മറ്റേ നല്ലവനല്ല, മറ്റേ ഫെയർ പ്ലേ ആ ഒരു ഇഷ്യൂ കൊണ്ടാണല്ലോ വിനീഷ്യസ് ജൂനിയർ കൊടുക്കാതിരുന്നത്. അവിടെ നിന്ന് ഒരു കളിയാക്കലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റിൻ്റെ ഭാഗത്തുനിന്നും. സോ അത് ഒരു റൈവൽറി ആണ്. ആ റോഡ്രി ഇങ്ങോട്ടേക്ക് വന്നാൽ വിനി പിന്നെ അവിടെ നിൽക്കുമോ, അതാണ് ഈ വിനീഷ്യസ് ജൂനിയറിനെ ആഴ്സണലിൽ അപ്രോച്ച് ചെയ്യാൻ കാരണം. ഓക്കെ, അതും ഒരു ബിഗ്ഗസ്റ്റ് കാരണമാണ്. കാരണം റോഡ്രി അവിടെ ഓൾറെഡി വരാൻ ചാൻസ് ഉണ്ട്. സോ അറിയില്ല റോഡ്രി വരുമോ ഇല്ലേ എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റോഡ്രി റയൽ മാഡ്രിഡിലോട്ട് വരുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, താല്പര്യമുണ്ടോ? എനിക്കറിയില്ല, എനിക്കതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. മറ്റേ വേറെ ആരെങ്കിലും മിഡ്ഫീൽഡിൽ ഇപ്പോൾ കുറവൊന്നുമില്ല. പക്ഷേ റോഡ്രി ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. ഓക്കെ, അതിലൊന്നും യാതൊരുവിധ ഡൗട്ടില്ല. ഈസ് എ ഗ്രേറ്റ് പ്ലെയർ, ഈസ് ഡിസേർവ്സ് ടു ദ ഗോൾഡൻ ബോൾ ഓഫ് വേൾഡ് കപ്പ് ടൂർണമെൻറ്റ്. അതിൻ്റെ അഭിപ്രായം ഞാൻ ഓൾറെഡി എൻ്റെ റീൽസിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. മോശം പ്ലെയർ ആയിട്ടൊന്നും അല്ല കേട്ടോ. പക്ഷേ പുള്ളി റയൽ മാഡ്രിഡിലോട്ട് വരുന്നത് നമുക്ക് ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ പോലെ, പക്ഷേ വന്ന് ചിലപ്പോൾ മേ ബി സക്സസ് ആയാലൊക്കെ ഓക്കെയാണ്, അതിലൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. ചിലപ്പോൾ മേ ബി വരാതിരിക്കാം, എന്തും സംഭവിക്കാം. സോ ഇതാണ് റോഡ്രിയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്.
പിന്നെ ഓൾറെഡി റയൽ നമുക്കറിയാം ഓൾറെഡി കുറേ സൈനിങ്സ് നടത്തി ഡംഫ്രൈസ് കുക്കുറല്ല പിന്നെ ആരൊക്കെയാ 2-3 പ്ലെയർ ബെർണാർഡോ സിൽവ ഓൾറെഡി സൈൻ ചെയ്ത് നടത്തി. അപ്പം മൊത്തത്തിൽ ട്രാൻസ്ഫർ മാത്രം പോരാ, ഗ്രൗണ്ടിലും കൂടെ കളി കാണാം. നമുക്ക് ട്രാൻസ്ഫേഴ്സിനെക്കാട്ടും കൂടുതൽ വേണ്ട നല്ല നല്ല പ്ലേയേഴ്സ് വരുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ വേണ്ട നമുക്ക് റയൽ കപ്പ് എടുക്കണം, എൽ ക്ലാസിക്കോ വിജയിക്കണം, ചാമ്പ്യൻസ് ലീഗിൽ അതിഭീകരമാണ്. നമ്മൾ എന്താണോ റയൽ മാഡ്രിഡിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമുക്ക് കിട്ടണം. ഓക്കെ, ആസ് എ റയൽ മാഡ്രിഡ് ഓഡിയൻ നമുക്ക് അത് കിട്ടണം. അതിനാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്തായാലും റയൽ മാഡ്രിഡ് ഇനി എന്ത് ചെയ്യും ഈ ഒരു ട്രാൻസ്ഫേഴ്സ് ഒക്കെ വെച്ച്. ഹൊസെ മൊറീനിയോ ദ ന്യൂ കോച്ച്, ദ ന്യൂ ഹെഡ് കോച്ച്, ഒരു എംബാപ്പെ വിനി ഈഗോയെ അടിച്ച് കൊല്ലുമോ എന്നുള്ള കാര്യം. ചെറിയ ഈഗോ ഒക്കെ കിട്ടും, പക്ഷേ അവരങ്ങനെ അത്ര വലിയ ഇഷ്യൂ ഒന്നും ഇല്ല എന്നുള്ളതാണ് പേഴ്സണലി നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇവരെയൊക്കെ വെച്ച് രണ്ടുപേർക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് എങ്ങനെ ആ ഒരു ടീമിൽ ടാക്ടിക്സ് കൊണ്ടുവരും, മിഡ്ഫീൽഡ് എങ്ങനെ കൺട്രോൾ ചെയ്യും, അതിനൊക്കെയാണ് ഈ റോഡ്രിയുടെ വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. ആ ഒരു കാര്യത്തിലാണ് റോഡ്രി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വേൾഡ് കപ്പിൽ ആ ഒരു സ്പെയിനിൻ്റെ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തത്. ആ ഒരു സാധനം കൊണ്ടാണ് റയൽ മാഡ്രിഡ് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയത് എന്നുള്ള കാര്യമാണ്. പിന്നെ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ വിന്നർ ആയതുകൊണ്ടും അതുകൊണ്ടാണ് അട്രാക്റ്റഡ് ആയത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഡിഫൻസ് വലിയൊരു പ്രശ്നമാണ്. അതും കഴിഞ്ഞ സീസണിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയൊരു കാര്യമാണ്. അപ്പോൾ കുക്കുറല്ലൊക്കെ ലെഫ്റ്റ് ബാക്കിൽ വന്നിട്ടുണ്ട്. ഇനി നോക്കാൻ എന്തായാലും ഇത്രയൊക്കെയാണ് റയൽ മാഡ്രിഡിൻ്റെ ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു താരങ്ങൾ വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ കണ്ടന്റ് ഇഷ്ടം ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ. സോ താങ്ക് യു സോ മച്ച്.